അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്തു സ്തുതിക്കുന്നു. ദൈവം നമ്മളോട് സംസാരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിക്കാം. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സോദോമിനും ഗൊമോരയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. ദേശത്തൊരു പുക പൊങ്ങുന്നു, തീച്ചൂളയിലെ പുക പൊങ്ങുന്ന പോലെ കണ്ടു. എന്നാൽ ഇനിയാണ് ഇന്നത്തെ ദൂതിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചോ. എന്നാൽ ആ പ്രദേശങ്ങളിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശനം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. അതിൽ നിന്നും ആ നാശത്തിൽ നിന്നും വിടുവിച്ചു. എന്തു മനോഹരമായ ദൈവിക ദൂതാണ്. ദൈവം ഒരുത്തനെ ഓർത്തു, വേറൊരുത്തനെ എന്ത് ചെയ്തു? നാശത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യന്റെ ഇനി ശ്രദ്ധിച്ച നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ ഉള്ളിൽ കൂടെ കടന്നുപോയ അല്ലെങ്കിൽ ആരോ ഒരാൾ നമ്മുടെ അകത്ത് കയറി ഇന്ന് സംസാരിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും എന്നെ മറന്നു, പലരും എന്നെ ഓർത്തില്ലല്ലോ, പലരും എന്നെ പരിഗണിച്ചില്ലല്ലോ, കുടുംബം എന്നെ ഓർത്തില്ലല്ലോ, ഞാൻ ആയിരിക്കുന്ന സമൂഹം സൊസൈറ്റി എന്നെ ഓർത്തില്ലല്ലോ. പോട്ടെ, ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പോലും എന്നെ എന്ത് ചെയ്തില്ല? മാറ്റി നിർത്തി, എന്നെ ഓർത്തില്ല. ചില സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് വൈകുമ്പോൾ, ഒരു ദൈവചലനം ഒന്നും കാണാതിരിക്കുമ്പോൾ നമ്മളും ചിന്തിക്കും, ദൈവം പോലും എന്നെ ഓർക്കുന്നില്ലല്ലോ, മറന്നുപോയോ? മനുഷ്യ ജീവിതത്തിന്റെ പല സമയത്ത് പല ഭാഗങ്ങളിൽ നമ്മുടെ ഉള്ളിലെല്ലാം ഇത് കയറി ഇറങ്ങി പോയിട്ടുണ്ട്. പക്ഷേ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു ശക്തമേറിയ സത്യം തിരിച്ചറിയാൻ പറ്റും. ഇത് നമ്മുടെ മനസ്സിലെ ഫീലിംഗ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്നതാണ്. പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു ദൈവത്തെ കാണാം, നിന്നെ മറക്കാത്തൊരു ദൈവം. മറക്കാത്തത് മാത്രമല്ല, ഓർക്കുന്നൊരു ദൈവം. ദൈവം ഓർക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു പ്രവൃത്തിയുണ്ട്. ചുമ്മാ നമ്മൾ ഇരിക്കുമ്പോഴും പലരെയും നമ്മൾ ഓർക്കാറുണ്ട്. അങ്ങനല്ല, ദൈവം ഓർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ അടുത്ത പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വരികയാണ്. ദൈവത്തിന്റെ ഇടപെടൽ വരികയാണ്. ഇന്ന് ഞാൻ ഈ 15-ാം തീയതി ഇവിടെ വന്നിരിക്കുന്ന ഈ കൂട്ടത്തോട് ആത്മാവിൽ ഞാനൊരു ദൂത് പറയുകയാണ്. ദൈവം ഓർക്കാൻ പോവുകയാണ്. ദൈവം ഓർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഒരു പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ദൈവിക ഇടപെടൽ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. അത് തലമുറയിൽ, അത് കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം ഓർക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ദൈവം ഓർത്തതിന്റെ തൊട്ടടുത്ത ആക്ഷൻ എന്താണെന്നറിയാമോ? ചിലതിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷം, സിറ്റുവേഷൻ ദൈവം മാറ്റി. ഇതുവരെ അവൻ എന്ത് അവസ്ഥയായിരുന്നു, പിന്നീട് ആ അവസ്ഥയെ തുടരാൻ ദൈവം അനുവദിച്ചില്ല, അവസ്ഥ മാറ്റി. 2, അടയപ്പെട്ട പലതും ദൈവം ചിലതിനെ ഓർത്തപ്പോ തുറന്നു കൊടുത്തു. ദൈവം അടയപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടതാ, പക്ഷെ ദൈവം ഓർത്തപ്പോ തുറന്നു. അതുപോലെ തന്നെ ദൈവം ഓർത്തപ്പോ നാളുകളായി ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന പോലെ ബന്ധിക്കപ്പെട്ട നീണ്ട
വർഷങ്ങൾ ബന്ധിക്കപ്പെട്ട അനുഭവത്തിൽ കടന്ന ജനങ്ങളെ ദൈവം ഓർത്തപ്പോൾ ആ അടിമച്ചങ്ങല പൊട്ടിച്ച് ദൈവം പുറത്തു കൊണ്ടുവന്നു. അടുത്തത് നാലാമത്, ദൈവം ഓർത്തപ്പോ രക്ഷ പ്രാപിക്കേണ്ടവൻ രക്ഷ പ്രാപിച്ചു, നിത്യജീവൻ അവകാശമാക്കി. ഈ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോ ദൈവം ചിലതിനെ ഓർക്കുന്നത് നമുക്ക് കാണാം. അത് ദൈവത്തിന്റെ സ്നേഹമാണ്, ദൈവത്തിന്റെ ഉടമ്പടിയാണ്. നമ്മുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം ചിലതിനെ ഓർക്കും. ഇനി ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ വായിച്ച തിരുവചനത്തിലേക്ക് നമ്മളൊന്ന് വരാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചത് അതിന്റെ 29 ഒന്ന് വായിച്ച് 19 1-9-2-9 ആ വാക്ക് മറക്കല്ലേ. നല്ല ഒരു വചനത്തിന്റെ നല്ല റെഫറൻസ് ആണ്. ഉറക്കെ പറ, 1-9-2-9. ഫോൺ നമ്പരും പാസ്വേഡൊക്കെ നല്ല പാസ്വേഡാ. 1-9-2-9. അത് ഒന്ന് ഇനി വായിച്ചേ. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. എന്നിട്ട് ഓർത്തതിന്റെ പിന്നിൽ അടുത്ത റിസൾട്ട് എന്താ? ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയില്ല. അവിടെ ഒരു വിപത്ത് വന്നപ്പോൾ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്നും വിടുവിച്ചു. ആ മഹാവിപത്തിൽ നിന്നും ലോത്തിനെ ദൈവം വിടുവിച്ചു, അല്ലെങ്കിൽ രക്ഷിച്ചു. ഈ വചനം കാണിക്കുന്നത് ദൈവം ഒരുത്തനെ ഓർത്തു. ഓർക്കാൻ ഒരു കാരണമുണ്ട്. എന്നിട്ട് ഒരുത്തനെ വിടുവിച്ചു ദൈവം. അതിന്റെ 27 ഒന്ന് വായിച്ചേ. അബ്രഹാം രാവിലെ എഴുന്നേറ്റു, താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. അബ്രഹാം രാവിലെ അവൻ എവിടെ നിന്നിരുന്നു? യഹോവയുടെ സന്നിധി, ദൈവത്തിന്റെ സന്നിധി. ദൈവസന്നിധിയോട് ഒരുത്തൻ എന്തിരിക്കുകയാണ്? ചേർന്ന് നിൽക്കുക. നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നിലനിന്ന് പോകേണ്ടത്, നാം ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നവരാകണം. വിടുതൽ ആഗ്രഹിക്കാത്ത ആരാ? എല്ലാവരും ആഗ്രഹിക്കും. സമാധാനം ആഗ്രഹിക്കാത്ത ആരാ? എല്ലാവരും ആഗ്രഹിക്കും. സ്വസ്ഥത ആഗ്രഹിക്കാത്ത ആരാ? എല്ലാവരും ആഗ്രഹിക്കും. കിട്ടിയ വിടുതൽ നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കാത്തവരാണ്. എല്ലാവർക്കും വേണം. പക്ഷെ ബൈബിൾ പറയുന്ന സത്യം, നാം ദൈവസന്നിധിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവരൊക്കെ പറ, ചേർന്ന് നിൽക്കുന്നവരാണ്. അതിനൊരു വിടുതലുണ്ട്. നമ്മുടെ പ്രശ്നം, ചേർന്ന് നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ഒരു നല്ല അനുഭവം ഉണ്ടാകുന്ന ആ നാളുകളിൽ നാം ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ പറ്റും. പക്ഷെ കുറെ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ചേർന്ന് നിൽക്കുന്നില്ല. ദൈവ സന്നദ്ധിയോട് ചേർന്നിരിക്കുന്നതാണ് യഥാർത്ഥ അനുഗ്രഹം എന്ന് പറയുന്നത്. നമുക്കൊരു ദിവസം ജീവിക്കാൻ ആവശ്യമായ ബലം, ഇപ്പൊ നമുക്ക് നിൽക്കണമെങ്കിൽ എന്തോ, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നിൽക്കണമെങ്കിൽ നല്ലതായിട്ട് വെള്ളം കുടിക്കണം, അല്പം ആഹാരവും കഴിച്ചേ പറ്റും. അല്ലെങ്കിൽ ഈ ചൂട് സമയത്ത് ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ശരീരം എപ്പോഴും ഒരു വെള്ളം ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ കുടിക്കുന്നതിനും അപ്പുറം നമ്മൾ എന്ത് ചെയ്യുന്നു? വേർത്ത് പോവുകയാണ്. ഒരാൾ പറഞ്ഞല്ലേ, കുടിക്കുന്നതിനേക്കാൾ അപ്പുറം ആ വെള്ളം എല്ലാം കൂടെ എവിടെ ഉണ്ട്? ഉടുപ്പേക്കാണ്. വൈകിട്ട് 3 മണി 4 മണിയാകുമ്പോൾ പിഴിഞ്ഞെടുക്കാൻ പറ്റും. അതുപോലത്തെ അനുഭവമാണ് നമ്മുടെ അനുഭവം. അപ്പൊ അത് നമുക്ക് വേണം നിലനിന്ന് പോകാൻ എന്ന് പറയുന്ന പോലെ ഒരു ഭക്തന്റെ ക്രൈസ്തവ ജീവിതത്തിന്റെ അകത്ത് ദൈവസന്നിധിയോട് ചേർന്നിരിക്കുന്നവരാണ്. അതല്ലേ വളരെ സിമ്പിളായ സങ്കീർത്തനം 1-1-1-2-3 വാക്യങ്ങൾ എന്തോ പറയുന്നേ? നടക്കാതെ, പാവിയുടെ വഴി നിൽക്കാതെ, പരിഹാസിക്കാതെ, യഹോവയുടെ ഇനിയാണ് വാക്ക് അവർ ന്യായപ്രമാണം ഉറക്കെ പറഞ്ഞു. അവൻ എങ്ങനെ ഇരിക്കും? ആറ്റരികത്ത്. അപ്പൊ ദൈവസന്നിധിയോട്, ആ വചനത്തോട് ചേർന്നിരിക്കുന്നവൻ ആറ്റരികത്ത് ചേർന്നിരിക്കുന്ന വൃക്ഷത്തിന് തുല്യം. ചേർന്നിരിക്കുന്നവനെ ഒരു ഉപമ കാണിക്കും. നീ ചേർന്നിരുന്നാൽ നീ എന്താവും എന്ന് കാണിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ശ്രദ്ധിച്ചില്ലേ,
ഒഴിച്ചില്ലെങ്കിൽ എല്ലാ ചെടി എങ്ങനെ ഇരിക്കും? ഇന്ന് രാവിലെ നന്നായിട്ട് കണ്ട ചെടി ഇന്ന് വൈകിട്ട് എങ്ങനെ ഇരിക്കും? എന്നാൽ ഈ ആച്ചരികത്ത് ആരെങ്കിലും കൊണ്ട് വെള്ളം ഒഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് വാടിയിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് വെള്ളം വാട്ടർ കണ്ടന്റുമായിട്ട് ചേർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു നാം ചേർന്നിരിക്കുന്നവരായി തീരണം. ദൈവസന്നിധിയോട് ചേർന്നിരുന്നാൽ നിന്റെ നീ അത്ഭുതം കാണുക മാത്രമല്ല, നീ വാടി തളർന്നു പോകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ ദിവസങ്ങൾ വീണ്ടും ഒന്ന് പ്രാർത്ഥനയോടെ, വീണ്ടും വചനത്തോടെ ഒന്ന് ചേർന്നിരിക്കാൻ ദൈവാത്മാവ് ആലോചന പറയുകയാണ്. ഞാൻ പറയും, ഇന്നോട്ടൊരു തീരുമാനം ശക്തമായിട്ട് എടുക്കാമോ? ചേർന്നിരിക്കാൻ തുടങ്ങാം. പല വിഷയത്തിന്റെ കെട്ട് പൊട്ടി തുടങ്ങാം. നമുക്ക് ചേർന്നിരിക്കാൻ പറ്റുന്നില്ല. എത്ര തിരക്കിന്റെ സമയത്തും എത്ര മാനസിക സംഘർഷങ്ങൾ നടക്കുന്ന മധ്യത്തിലും കർത്താവിന്റെ സന്നിധിയോട് ചേർന്നിരിപ്പാൻ ഒരു തീരുമാനമെടുക്കണം. പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം വിടരുത്. ദൈവവചനം അകത്തോട്ട് ഭക്ഷിക്കാതെ ഒറ്റ ദിവസം പോകരുത്. അങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ചെയ്യാമോ? നിങ്ങൾ ആള് മാറും. ഇന്നൊരു തീരുമാനം എടുക്കാമോ? ഈ 15-ാം തീയതി പോട്ടെ, ഇന്ന് 15 ദിവസം ഞാൻ തരാം. ഇന്നോട്ടൊരു 15 ദിവസം എത്ര സമയം കണ്ടെത്തി കുറച്ചു നേരം മാറി അപ്പനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കുറച്ചു നേരം ദൈവവചനം ഭക്ഷിക്കുന്ന പോലെ, ചുമ്മാ വായിച്ച് പാരായണം അടിച്ച് വിടുന്ന പോലെ വിടുകയല്ല. ആ വചനം ഒന്നേ വായിച്ചോളൂ, 2 വാക്യം വായിച്ചോളൂ. ഹൃദയത്തിന്റെ അകത്തോട്ടൊന്ന് കേറ്റിയിട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു 15 ദിവസം കഴിഞ്ഞു വെക്കോ, നീ തളിർക്കാൻ തുടങ്ങും. നീ വാടത്തില്ല. നീ അത്ഭുതങ്ങൾ കാണും. ജീവാ ലാഭ ശിവ ലാഭ ധൂടാ ബാല ഹന്ദ രാഭ ശിവ ലാഭ സേദേ ലേദേ അർക്കഥാര ചാല ചാല. ഞാൻ ഈ ദൂത് പറയാൻ ഒരു കാരണമുണ്ട്. ഞാൻ ആത്മാവിൽ ഒരിക്കലും ബോധ്യത്തോടെ ഞാൻ പറയാണ്, ഈ വരും ദിവസങ്ങളിൽ ചില കുടുംബങ്ങളെ ഓർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ചില ജീവിതത്തെ ഓർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പ് നീ ചേർന്ന് ഈ ദിവസങ്ങളിൽ ഇരുന്നോ. എന്റെ ദൈവം ഓർക്കാൻ പോവുകയാണ്. ഓർത്താൽ ഒരു വിടുതലുണ്ട്. ഓർത്താൽ ചങ്ങല പൊട്ടും. ഓർത്താൽ സിറ്റുവേഷനുകൾ മാറും. ഓർത്താൽ വഴികൾ തുറക്കും. നമ്മൾ വായിച്ച വചനം അബ്രഹാം ദൈവസന്നിധി, ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് അറിയാമോ? 18-ാം അധ്യായം തൊട്ട് ബാക്കില് ഉൽപ്പത്തി 18-ല് അബ്രഹാം സോദോമിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? മധ്യസ്ഥയാണ്. തന്റെ സഹോദരപുത്രനായ ലോത്ത് ഒന്നിച്ചിറങ്ങിയവര് പിരിഞ്ഞു പോയപ്പോ ഇവൻ അവിടെ പോയേക്കുന്നത്. ഇവൻ അവിടെ ഉണ്ട്, ആ ദേശത്തുണ്ട്. സോദോം ഗോമോറ ദേശത്തുണ്ട്. ആ ദേശം പാപത്താ നിന്നപ്പോ ദൈവം പറയാണ്, ഞാൻ ഈ ദേശത്തെ എന്ത് ചെയ്യാൻ പോവാ? നശിപ്പിക്കാം. 18-ന്റെ 23 തൊട്ടൊന്ന് വായിച്ചു. 23-24. അബ്രഹാം അടുത്തു ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? ദൈവ ചോദ്യമാണ്. സംഹരിക്കുമ്പോ ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ ആരും കൂടെ ഉണ്ട്, അതും കൂടെ ചേർത്ത് നീ നശിപ്പിക്കുവോ? എന്നിട്ട് ഒരു കണ്ടീഷൻ പോലെ വെക്കുക, പ്രാർത്ഥിക്കുക. 24 വായിച്ചേ. പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിൽ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകാത്തക്കവണ്ണം ദുഷ്ടനോട് കൂടെ. അപ്പം അങ്ങോട്ടൊരു കണ്ടീഷൻ വെക്കുക. ഒരു 19 പേരെങ്കിലും ഉണ്ടെങ്കിൽ, നീതിമാരുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്തത്? അത് നശിപ്പിക്കും. പക്ഷെ അത് കുറഞ്ഞു വരിക. അബ്രഹാമിന് മനസ്സിലായി അത്രയും എന്തില്ല, ആളില്ല. ഇനി രസകരമായ ഒരു കാര്യമുണ്ട്. ദൈവത്തോട് 29 നീ വായിച്ച 29. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു. പക്ഷേ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു. 50 പിന്നെ കുറഞ്ഞു, ഇടയ്ക്കൊന്ന് കുറഞ്ഞു. ഇപ്പൊ എത്ര എത്തി? 40 ആണെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യോ? അപ്പൊ ദൈവം
സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. ആ വായിച്ചോ. പക്ഷേ ആ 20 പേരെ അവിടെ കണ്ടാലോ എന്നവൻ പറഞ്ഞതിന് ആ ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്നവൻ അരുളി ചെയ്തു. ഇപ്പൊ എത്ര എത്തി? 20. കർത്താവേ 40 അവിടെ കാണത്തില്ല. ഒരു 20 പേരെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യരുത്? പക്ഷപാതം ചെയ്യാ, പ്രാർത്ഥിക്കുക. ഇനി രസം അടുത്തത് അപ്പോൾ അവൻ കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും. പക്ഷെ 10 പേരെ ഇനി നമ്മളോട് അത് പറയുന്നെങ്കിൽ നമുക്ക് ദേഷ്യം വരത്തില്ലേ? അവന് മനസ്സിലായി കർത്താവിന് ദേഷ്യം വരുന്നത്. കർത്താവെ കോപിക്കല്ലേ, ഞാൻ ഒരു പ്രാവശ്യം, ഇനി ലാസ്റ്റ് ചാൻസ്, ഇനി ഞാൻ പറയത്തില്ല. ഇപ്പൊ എന്ത് പറഞ്ഞേ? പക്ഷെ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഒരു 10 പേരെങ്കിലും 50, 45, 20, ഇപ്പൊ എത്ര എത്തി? 10. കർത്താവ് ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യരുത്? നശിപ്പിക്കല്ലേ. ആ അതിന് ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കുകയില്ല എന്നവൻ അരുളി ചെയ്തു. ശരി, നീ പറഞ്ഞ പോലെ ഒരു 10 ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. അപ്പൊ ദൈവസന്നിധിയിൽ ദൈവത്തോട് എന്ത് ചെയ്യാം? പക്ഷപാതം ചെയ്യാം. ദൈവമേ നീ എന്ത് ചെയ്യരുത്? നശിപ്പിക്കരുത്, നശിപ്പിക്കരുത്. ഇത് കഴിഞ്ഞ് 19 നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരുന്നത്. ദേശത്തെ ദൈവം എന്ത് ചെയ്യാണ്? നശിപ്പിക്കുക. ആ സമയത്ത് ശ്രദ്ധിച്ചോണം, അബ്രാമിന് വേണ്ടപ്പെട്ട ആരുണ്ട്? ലോത്ത് അവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അവനെ ഓർത്തായി പറയുന്നേ, ഒരു 10 എണ്ണമെങ്കിലുണ്ട്. കർത്താവ് നീ എന്ത് ചെയ്യുന്നത്? കാരണം മൊത്തത്തിൽ നശിപ്പിക്കുക. തന്റെ പ്രിയപ്പെട്ടവനും കൂടെ എന്ത് ചെയ്യരുത്? നശിച്ചു പോകരുത്. ഒരുത്തൻ ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വായിച്ച 19:27 വായിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റു, താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. 24 തൊട്ട് വായിക്കുമ്പോൾ 24 എന്ന് വായിച്ചതിന്റെ പശ്ചാത്തലം മനസ്സിലാവും. 24, 25. യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്തു നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആകാശത്തു നിന്ന് തീ വർഷിപ്പിച്ചു. ദേശം നശിക്കാൻ തുടങ്ങിയാണ്. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂല നാശം വരുത്തി. 26 ഇനി വായിച്ചോ, വായിച്ചോ. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി ഭവിച്ചു. തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കി എന്ത് ചെയ്തു? ലോത്തിന്റെ ഭാര്യ ഉപ്പ് തൂണായി. അടുത്തത് ഇങ്ങനെ ഒരു വലിയ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് അബ്രഹാം രാവിലെ എഴുന്നേറ്റു, താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സൊദോമിനും ഗൊമോരയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രാർത്ഥിക്കുന്നവൻ നിന്നവിടെ ദൈവസന്നിധിയോട് ചേർന്ന് നിന്നു. കർത്താവിന്റെ മുമ്പിലായിരുന്നു. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാം. നമ്മുടെ ജീവിതത്തിൽ കൺമുമ്പിൽ ചിലതൊക്കെ ബുദ്ധിമുട്ട് കണ്ടെന്ന് പറഞ്ഞാലോ അപ്പന്റെ സന്നിധി വിടാതെ ദൈവസന്നിധിയോട് ചേർന്നിരിപ്പാൻ ഇന്ന് പകൽ ഒരു തീരുമാനമെടുത്താൽ, ഇതിന്റെ അകത്ത് ചിലരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് പറയുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിനെ ശമപിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിന്നതിന്റെ പേരിൽ അതാണ് 29 വായിച്ചു. 29. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂല നാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂല നാശത്തിൽ നിന്നും വിടുവിച്ചു. കണ്ടോ, ദൈവം ഓർത്ത് ലോത്തിനെ വിടുവിച്ചു. അവന് നാശം സംഭവിപ്പാൻ ദൈവം അനുവദിച്ചില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുന്ന ചിലതിനോടുള്ള ദൂതാണ് നമ്മൾ ഇന്ന് പകൽ ഇവിടെ വന്ന് നമ്മുടെ കുടുംബത്തിനായി, പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നതിന്റെ റിസൾട്ട് എന്നറിയാമോ? ദൈവം ഓർക്കുന്ന, ദൈവം ഓർക്കുന്ന, നശിച്ചു പോകാൻ സമ്മതിക്കത്തില്ല. ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങിയിട്ടും ചിലത് ഉപ്പുതൂണായിട്ടും ലോത്തിനെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ചിലതിനോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഈ ആത്മീയ ദൂതിനെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർത്ത്, ദൈവസന്നിധി ചേർന്ന് നിൽക്കുന്ന നിന്നെ ഓർത്ത് ചില ലോത്തുമാരെ ദൈവം വിടുവിക്കാൻ പോവുക. നിന്റെ വീട്ടിൽ ചില ലോത്തുണ്ട്.
നിന്റെ പ്രിയപ്പെട്ടവരായി ചില ലോത്തുമാരുണ്ട്. ഇത് പറയുമ്പോൾ ഒരു പ്രവചന ശബ്ദമാണ്. ദൈവാത്മാവ് പറയുന്നു, നീ ഭാരപ്പെടുന്ന ചില ലോത്തുമാർ ചില കടത്ത് കുടുങ്ങി കിടക്കുക, ചില പ്രതിസന്ധി കുടുങ്ങി കിടക്കുക, ചില ശാപത്തിൽ കുടുങ്ങി കിടക്കുക, ചില രോഗത്തിൽ കുടുങ്ങി കിടക്കുക, ചില പൈശാചിക കെട്ടി കുടുങ്ങി കിടക്കുക. പക്ഷെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോ, നീ ദൈവസന്നിധി ചേർന്നിരിക്കുമ്പോ, നിന്നെ ഓർത്ത് ദൈവം ചിലർക്ക് വിടുതൽ അയക്കാൻ പോകുകയാണ്. അബ്രാമിനെ ഓർക്കുന്ന ദൈവം നിന്നെ മറക്കുന്ന ദൈവമല്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ ഓർക്കുന്ന ദൈവമാണ്. അപേക്ഷിക്കുന്ന നിന്നെ മറക്കാത്ത ദൈവമാണ്. നിന്നെ ഉപേക്ഷിക്കാത്ത ദൈവമാണ്. നീ ദൈവസന്നിധി ചേർന്ന് നിന്ന് എന്തോ ദൈവം പറയുന്നു. ഇനിയുള്ള ചില ദിവസങ്ങൾ ചില ദൈവ കുടുംബത്തെ ഓർക്കാൻ പോയ ദൈവസന്നിധിയോട് ചേർന്ന് നിന്ന് ദൈവം പറയുന്നു, നിന്റെ കുടുംബത്തിന്റെ അകത്തുള്ള ഏതൊക്കെയോ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. ദൈവം ഓർക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിലായിരുന്നു. ദൈവം ചിലതിനെ ഓർക്കും. എന്തെന്നറിയത്തില്ല. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ നീ ദൈവസന്നിധി ചേർന്നിരുന്നതിന്റെ ഒറ്റ കാരണം കൊണ്ട് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നിന്നും ലോത്തിനെ രക്ഷിച്ചെടുത്ത ദൈവം. പോരാട്ടം നിന്റെ വീട്ടിൽ നടക്കുമ്പോ തന്നെ, പ്രതിസന്ധി നിന്റെ നേരെ ആഞ്ഞടിക്കുമ്പോ തന്നെ നിന്നെ ഓർത്ത് വിടുവിച്ച് പുറത്തു കൊണ്ടുവരും. Yes. അതാ യെശയ്യാപ്രവചനത്തിൽ 49 ഇങ്ങനെ പറയുന്നേ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യാവ് 49:15 ആ വചനം കിടക്കുന്നേ, I will not forget you. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? ചോദ്യം. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ നോർമലി മറക്കില്ല. എന്നാൽ താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? വീണ്ടും ഒരു ചോദ്യം. മറക്കുമോ? കരുണ തോന്നാതിരിക്കുമോ? രണ്ട് ചോദ്യചിഹ്നം. അടുത്തത്, ഇനി തോന്നാതിരുന്നാലും മറന്നു പോയാലും അവൻ നിന്നെ മറക്കത്തില്ല. മറന്നു കളയില്ല, മറക്കത്തില്ല. സങ്കീർത്തനത്തിൽ മനോഹരമായി സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 136 തിരുവചനം പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ ഏത് സമയത്താണ് നമ്മെ ഓർത്തേ? നമ്മുടെ താഴ്ചയിൽ. അപ്പൊ മറക്കാത്ത ദൈവം, ഓർക്കുന്ന ദൈവം, താഴ്ചയിൽ ഓർക്കുന്ന ദൈവം. നമ്മൾ ദൈവം ആരെയൊക്കെ ഓർക്കുന്നത്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവനെ, കത്ത് സന്നദ്ധിയോട് ചേർന്നിരിക്കുന്നവനെ ദൈവം ഓർക്കും. ദൈവം എന്ത് ചെയ്യും? ഓർക്കും. ഇന്ന് എന്ത് ആവർത്തിച്ച് വീണ്ടും ആ വാക്ക് പറയാം. അതിങ്ങനെ പറയുന്നതിൽ എന്തോ ദൈവം നടത്താൻ. ഇനിയുള്ളൊരു 15 ദിവസം ശക്തമായ ദൈവസന്നിധിയിൽ ടൈം മാറ്റി വെച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചില ഓർക്കുന്ന പ്രവൃത്തികൾ ജീവിതത്തിൽ കാണാം. ഇതിന്ന് ദൂത് ഏറ്റെടുത്തോണ്ട് പോയി.
നിങ്ങളോട് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചു മറിയണം, ഇത് പറ, ഇത് പറ. ആ ദൈവസന്നിധിയോ ചേർന്ന് നിൽക്കുന്ന അനുഭവമാണ് നമുക്ക് വേണ്ടത്. പ്രാർത്ഥിക്കുന്നതിനെ ദൈവം എന്ത് ചെയ്യും? ഓർക്കും. പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർക്കും. 106-ാം സങ്കീർത്തനം അതിന്റെ 4-5 വാക്യങ്ങളൊന്ന് വായിച്ച്. 106-ാം സങ്കീർത്തനം അതിന്റെ 4-5 വാക്യങ്ങൾ. യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷ പ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണം. നീ എന്നെ ഒന്ന് എന്ത് ചെയ്യണം? ഓർക്കണം. പ്രാർത്ഥിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? ഓർക്കും. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമ്മൾ വായിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ നമ്മളൊന്ന് വായിക്കാൻ പോവാം. എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം ഒരു അനുഭവത്തെ, ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ, കുടുംബങ്ങളെ മുഴുവൻ ഓർത്തൊരു സംഭവമാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പെട്ട് നിലവിളിച്ചു. അപ്പം മിസ്രൈമിലെ രാജാവ് മരിച്ചു. ജോസഫിനൊക്കെ പരിചയം ഉണ്ടായിരുന്ന ആള് ഉള്ളപ്പോ നല്ല അനുഭവമായിരുന്നു. ജോസഫിന് പരിചയമുള്ള മിസ്രൈം രാജാവൊക്കെ മരിച്ചതിന് ശേഷം ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമിൽ കഠിനമായ അനുഭവം 3-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. ജോലി സ്ഥലത്തും എല്ലായിടത്തും കഠിനമായ അനുഭവം. അവരവിടെ കിടന്ന് നിലവിളിക്കുക. ഇപ്പൊ എത്രയെന്നറിയോ? 430 പരം വർഷം എവിടെ കിടക്കുകയാണ്? അടിമത്തി കിടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്ക് തന്നെ ഒരു 2 ആഴ്ചത്തെ പോട്ടെ 24 മണിക്കൂറിന്റെ വേദന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. പോട്ടെ ഒരു 5 മിനിറ്റിന്റെ അകത്തുണ്ടായ ഒരു വിഷയത്തെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ അപ്പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 430 വർഷം ഒറ്റ കിടപ്പ, ഒരു ചലനമില്ലാതെ കിടക്കുക. ആ വർഷത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോ നെടുവീർപ്പെട്ട് അവരെന്ത് ചെയ്തു? അടിമവേലയുടെ ജോലിഭാരം നെടുവീർപ്പോടെ നിലവിളിച്ചു. അടിമവേല ഹേതുവായി ഉള്ള നിലവിളി എവിടെത്തി? ദൈവസന്നിധിയിൽ എത്തി. 24. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. ഈ നിലവിളിയുടെ മുമ്പിൽ ദൈവം എന്തോർത്തു? നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമത്തെ പൂർവ്വപിതാക്കന്മാരോട് പറഞ്ഞ ദൂതിനെ ദൈവം ഓർത്തു. അപ്പൊ നാം പ്രാർത്ഥിക്കുമ്പോ ദൈവം കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ പ്രോമിസിനെ ഓർത്ത് വിടിവിക്കാൻ ഇറങ്ങുന്ന ഒരു ദൈവമുണ്ട്. എന്നിട്ട് ആ വാക്യം പൂർത്തീകരിച്ചു. യാക്കോബിനെ തനിക്കുള്ള നിയമത്തെ ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം അറിഞ്ഞു. അവരെ അറിഞ്ഞു. അതിന്റെ അർത്ഥം ദൈവം അവരെ ഓർത്തു. അപ്പൊ ഇത്രയും വർഷം കടന്ന് അടിമത്തത്തിൽ കിടന്ന് അനുഭവിച്ചു. അവര് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ അവരോട് ദൈവം പറഞ്ഞ എന്ത് ഓർത്തു? ദൂത് ഓർത്തു. അതോർത്തു. ഞാൻ ഈ ജനത്തോട് പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞ് ഓർത്ത് അവരെ വിടിവിപ്പാൻ ദൈവം ഇറങ്ങി വന്നു. ആ ഇറങ്ങി വന്നതാണ് 3-ാം അധ്യായത്തിൽ കിടക്കുന്നത്. മോശയുടെ മുമ്പിൽ പ്രത്യക്ഷനായി, ഞാൻ നിങ്ങളെ കണ്ണുനീര് കണ്ടു, വേദന കേട്ടു, പാലും തേനും ഒരുങ്ങുന്ന വലുതും വിശാലമായ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അപ്പൊ ദൈവം ഓർത്താൽ കിടക്കുന്ന അനുഭവങ്ങൾക്കും സ്ഥലത്തിനും ദൈവം ഒരു മാറ്റം വരുത്തും. എത്രത്തോളം വേദന അനുഭവിക്കുന്നു, എത്രത്തോളം ഞെരുക്കം അനുഭവിക്കുന്നു, എത്രത്തോളം കുത്തുവാക്ക് അനുഭവിക്കുന്നു, എത്രത്തോളം
വല്ലാത്ത ഞെരുക്കത്തിൽ കൂടെ കടന്നു പോകുന്നു, അതിന്റെ മധ്യത്തിൽ ദൈവം ഓർത്താൽ അവിടുന്ന് പുറത്തു കൊണ്ടുവരുന്ന അനുഭവങ്ങളുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ അത് നിങ്ങളുടെ മനസ്സായിരിക്കാം. ആദ്യം നിങ്ങളുടെ പുറത്തെ അവസ്ഥയ്ക്ക് അപ്പുറത്ത് മനസ്സിന്റെ അകത്ത് ഇതുപോലെ നെടുവീർപ്പെട്ട് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളെ ഓർത്ത് പിടിവിക്കുന്ന ദൈവം അവിടുന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ്. അല്ല, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ ഏതെങ്കിലും അനുഭവമാണെങ്കിൽ അവിടുന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. ദൈവം ഓർത്തു. നീണ്ട 400 പരം വർഷം അറ്റമത്തത്തിൽ കടന്ന് ഞെരുങ്ങിക്കടന്ന ജനം പുറത്തു വന്നു. വെറുതെ പുറത്തു വന്നല്ല, ദൈവം ഓർത്താൽ ജസ്റ്റ് വിടുതൽ കിട്ടി പുറത്തു വരുന്നല്ല. കഴിഞ്ഞ നാളുകളിൽ അനുഭവിച്ചതിന്റെ വേദനയുടെ അടിമവേലയുടെ പലിശയും കൂട്ടുപലിശയും സഹിതം വമ്പൻ വിടുതലോളാണ് ദൈവം പുറത്തു കൊണ്ടുവന്നത്. ഒരു വചനമുണ്ട്, പുറപ്പാട് 12 പുറപ്പെടുന്ന സമയമാണ്. പുറപ്പാട് 12 35 36 ഒന്ന് വായിച്ച്. 35 36 പുറപ്പാട് പുസ്തകം. ഇസ്രായേൽ മക്കൾ മോശയുടെ വചനം അനുസരിച്ച് മിസ്രയീമ്യരോട് വെള്ളി ആഭരണങ്ങളും. ഇവര് പുറപ്പെടുന്നതിന്റെ ആ സമയത്ത് പോയി ചെന്ന് ഇവരോടെല്ലാം ആഭരണങ്ങൾ ചോദിച്ചു, പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നിച്ചത് കൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു. അങ്ങനെ അവർ മിസ്രയീമ്യരെ കൊള്ളയിട്ടു. പുറപ്പെടാൻ ദൈവം കൊണ്ടുവന്ന ആ സമയത്തായപ്പോൾ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങ് ചോദിച്ചപ്പോഴൊക്കെ അങ്ങ് പോയി, ഇത്രയും നാൾ നമ്മുടെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതല്ലയോ എന്ന് പറഞ്ഞങ്ങ് കൊടുക്കാൻ തോന്നി. ചോദിച്ചവരൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ മിസ്രയീമിനെ കൊള്ളയിട്ടു പോകുന്ന പോലെ ഇസ്രായേൽ ജനം ബഹുസമ്പത്തോടെ പുറത്തു വരാൻ ദൈവം ഇടയാക്കി. ദൈവം നിന്നെ ഓർത്താൽ നീ അനുഭവിച്ച കണ്ണുനീരിന് അനേകം മടങ്ങ് മടക്കി തരുന്ന ഒരു ദൈവമുണ്ട്. ബൈബിൾ ദൈവം ഹന്നയെ ഓർത്തെന്ന് കാണാം. ഉൽപ്പത്തി 30 കിടപ്പുണ്ട്. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവളൊരു ഗർഭം ധരിച്ചു മകനെ പ്രസവിച്ചു. ദൈവം എന്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു. ഇത് തന്നെ ഹന്ന അടഞ്ഞതിനെ ദൈവം തുറന്നു കൊടുത്തു. ഹന്നയും പ്രാർത്ഥിച്ചു, റാഹേലും പ്രാർത്ഥിച്ചു. രണ്ടുപേരും ദൈവസന്നിധിയിലിരുന്നു. രണ്ടിനെയും ദൈവം ഓർത്തു. നിന്നെ നിന്ദിക്കുന്ന വിഷയത്തിൽ ദൈവം നിന്നെ മാനിക്കും, ഓർത്ത് മാനിക്കും. ഇന്ന് ചിലരോട് പറയണം, ശക്തമായി പ്രാർത്ഥിച്ചോ. നിന്ന കേട്ടിട്ട് ദൈവസന്നിധി മാറുകയല്ല, നിന്ന കേൾക്കുമ്പോ ദൈവസന്നിധിയോട് ചേർന്ന് നിൽക്കുകയാണ്. എത്രത്തോളം നീ നിന്ന കേട്ടോ അത്രത്തോളം ദൈവസന്നിധിയോട് നിന്ന് കേട്ടോ. റാഹേലിനെ ഓർത്ത ദൈവം, ഹന്നായെ ഓർത്ത ദൈവം, നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. നമ്മെ ഓർക്കുന്നൊരു ദൈവം. ഇനി ശ്രദ്ധിച്ചേ, ജീവിതത്തിന്റെ ഏറ്റവും കുറവുള്ള അവസ്ഥയിൽ ഏത് പാപത്തിൽ കടന്ന് ജീവിച്ച അനുഭവമായാലും നിന്റെ ജീവിതത്തിൽ ദൈവമായിട്ടൊന്ന് തിരിയാൻ ഒരു തീരുമാനമെടുത്താൽ താഴ്ചയിൽ ഓർക്കുന്ന ദൈവം നമ്മെ ഓർത്ത് രക്ഷിച്ചിരിക്കും. പുതിയ നിയമത്തിൽ ഏറ്റവും മനോഹരമായ ഒരു വാക്കുണ്ട്, അതെല്ലാവരും ഒന്ന് എടുക്കണേ. ആ വചനം ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ ഒന്ന് എടുത്തേ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ. യേശുവിന്റെ ക്രൂശീകരണ സമയമാണ്. യേശു ക്രൂശീകരിച്ച് മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള മിനിറ്റുകൾ. ഇടത്തും വലത്തും കള്ളന്മാരെ ക്രൂശിച്ചു. ലൂക്കോസ് 23:39 തൊട്ട് വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ. അപ്പം അപ്പുറത്തും ഇപ്പുറത്തുമായി 2 ദുഷ്പ്രവൃത്തിക്കാരെ തൂക്കി. അതിലെ ദുഷ്പ്രവൃത്തിക്കാരത്തിന് ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. ഒരുത്തൻ അങ്ങ് പുച്ഛിച്ചു, ഓ നീ ക്രിസ്തു ആണെന്നല്ലേ പറഞ്ഞു നടന്നേ, അപ്പൊ നീ ക്രൂശി കിടക്കുന്നു. നീ ആദ്യം എന്ത് ചെയ്യാ? നിന്നെ തന്നെ ഞങ്ങളെയും രക്ഷിക്കുക. ആദ്യം നിന്നെ അങ്ങ് രക്ഷിക്കും, എന്നിട്ട് ഞങ്ങളെ കളിയാക്ക. നീ വലിയ രക്ഷകനാണെന്ന് പറഞ്ഞു, ഇപ്പൊ ക്രൂശി കിടക്കുന്നു, ഇറങ്ങി വരാൻ പറ്റത്തില്ല, ആണി തറച്ചേക്കും. നീ ആദ്യം നിന്നെ രക്ഷിക്കും, എന്നിട്ട് ഞങ്ങളെ. അപ്പൊ ഉടനെ അടുത്തവൻ എന്തോ പറഞ്ഞു? മറ്റവനോ അവനെ ശാസിച്ചു. മറ്റവരുടെ മിണ്ടാതിരിടാ, നീ എന്തോ ഈ പറയുന്നേ? സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഇത്രയൊക്കെ ആയിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഇത്രയൊക്കെ എത്തിയില്ലേ?
യോഗ്യമായതല്ലോ കിട്ടുന്നത്. ആ. ഇവനോ ആ. അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പൊ പറഞ്ഞു. മറ്റോ പറയാടാ, നമ്മള് ക്രൂശി കിടന്ന് ഈ കിടക്കുന്നതേ നമ്മൾ ന്യായമായിട്ട് എന്തോ ചെയ്തിട്ടാ? ശിക്ഷ തെറ്റ് ചെയ്തിട്ടാ. അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കുന്നു. ഈ കിടക്കുന്നവനോ, യേശുവിനെ കുറിച്ച് പറയാം, ഈ കിടക്കുന്നവനോ അരുതാത്തതൊന്നും നമ്മളെ പോലെ പിടിച്ചു പറിക്കാനോ കൊലക്കേസോ ഒന്നും അവനില്ല. മോഷണോ കൊലക്കേസോ അവനില്ല. അവൻ അരുതാത്തത് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കിടക്കുന്നത്. അപ്പം ആ മറ്റൊരുത്തൻ ഇനി 42. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞു. അവന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥ എന്നോട് പറയാ, മരണത്തിന് തൊട്ടും എന്ന് പറയാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും ഓർക്കണേ. ഇനി അടുത്ത ശ്രദ്ധിച്ചേ. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് അവനെ ഓർത്ത് പറയാ, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും. അവനെ രക്ഷിച്ചു എന്റെ കർത്താവ്. ഹല്ലേലൂയ. താഴ്ചയിൽ ഓർക്കുന്ന കർത്താവ് എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞതിന്റെ ഒറ്റ പേര് ഹല്ലേലൂയ. അവന്റെ മനസ്സറിഞ്ഞ് നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നമ്മെ, ദൈവത്തോട് അപേക്ഷിക്കുന്ന നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഏത് അടിമത്തത്തിൽ കടന്നാലും, മരണത്തിന്റെ അവസാനത്തെ വക്കിൽ കടന്നാലോ, നിന്നെ ഓർത്ത് നിന്നെ വിടിവിച്ച് നിനക്ക് രക്ഷ തന്ന് നിന്റെ നിന്ന മാറ്റുന്ന ഒരു നല്ല ദൈവത്തെയാ സേവിക്കുന്നത്. ഇന്ന് പകലും ദൈവാത്മാവ് ചിലതിനെ, ആ കള്ളനെ വിടിവിച്ചതുപോലെ ചിലതിനെ വിടിവിപ്പാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞ് പ്രയറിലേക്ക് കയറാം. ദൈവം ഒന്ന് പ്രാർത്ഥിക്കുന്നവനെ ഓർക്കുക. 2, നീ ശ്രദ്ധിച്ചേ, ദൈവത്തെ സ്നേഹിച്ച് ദൈവം വഴിയിൽ നടക്കുന്നവനെ ദൈവം ഓർക്കും. ദൈവസന്നിധിയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർക്കും. ദൈവ കൽപ്പന കേട്ട് ദൈവ വഴിയിൽ നടക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? ഓർക്കും. ഒന്ന്, നമുക്കറിയാം, നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ ദേശത്തെ മുഴുവൻ എന്ത് ചെയ്യാൻ പോവാ? പക്ഷെ നിന്നെ ഓർക്കാൻ പോവാ, നിന്റെ കുടുംബത്തെ ഓർക്കാൻ പോവാ. നീ നിഷ്കളങ്കിയോടെ നീതിമാനായി നിന്നതുകൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം, അതിൽ കയറണം. അതിൽ കയറുന്നവൻ എന്ത് ചെയ്യും? രക്ഷപ്പെടണം. അങ്ങനെ പെട്ടകം ഉണ്ടാക്കി അതിൽ കയറി വെള്ളം പൊങ്ങി നീണ്ട ദിവസങ്ങൾ ദേശദൂരം വെള്ളം പൊങ്ങി നടക്കുക. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഉൽപ്പത്തി പുസ്തകം 7-ന്റെ അവസാനം ഒന്ന് വായിച്ചു, എന്നിട്ട് 8 തൊട്ട് വായിക്കും. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം അതിന്റെ അവസാനത്തെ ലൈൻ വായിക്കും. വെള്ളം ഭൂമിയിൽ 150 ദിവസം പൊങ്ങിക്കൊണ്ടിരുന്നു. എത്ര ദിവസമാണ്? 150 ദിവസം വെള്ളം എന്ത് ചെയ്തു? ആലോചിച്ച് നോക്കേ, അങ്ങനെ കിടക്കുന്ന അവസ്ഥ. നീണ്ട ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം വചനം പറയുന്നു, ദൈവം നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള ആ വാക്ക് കേട്ട് പെട്ടകത്തിൽ കയറിയ സകല ജീവികളെ സകല മൃഗങ്ങളെ ഓർത്തു. ഇത്രയൊക്കെ ആയിട്ടും ഇതിന്റെ മധ്യത്തിൽ ദൈവം തന്റെ ജനത്തെ ഓർത്തു. കാരണം ഓർക്കാൻ കാരണം, ഇവര് പെട്ടകത്തിന്റെ അകത്ത് കയറാൻ കാരണം എന്താ? കർത്താവിന്റെ വാക്ക് അനുസരിച്ചത് കൊണ്ടാ. ദൈവ വാക്ക് അനുസരിച്ച് സ്റ്റെപ്പ് വെക്കുന്നവനെ, നീ എത്ര അടയപ്പെട്ട അനുഭവത്തിലായിരുന്നാലും എന്റെ ദൈവം ഓർത്തിരിക്കും. ചുറ്റോട് ചുറ്റും നിനക്ക് കാല് വെക്കാൻ, അവർക്കായിട്ട് തുറക്കാൻ പറ്റത്തില്ല, അവർക്ക് തുറന്ന് കാല് വെക്കാൻ പറ്റത്തില്ല. ചുറ്റോട് ചുറ്റും മുക്കിക്കളയുന്ന അനുഭവമാണ്. ഇന്ന് പകൽ പരിശുദ്ധമ പറയുന്നു, നിന്റെ ജീവിതത്തിൽ ചുറ്റോട് ചുറ്റും മുക്കുന്ന അനുഭവമായാലും, നീ എത്ര അടയപ്പെട്ട അനുഭവമാണായാലും, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. അന്ന് വായിച്ചേ, ദൈവം ഓർത്തിട്ട് എന്തോ ചെയ്തേ? ദൈവം ഭൂമിമേൽ ഒരു കാറ്റ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. ദൈവം ഒരു കാറ്റങ്ങ് അടുപ്പിച്ചു, വെള്ളം നിലച്ചു. തന്റെ ജനത്തെ ഓർത്ത് കാറ്റടിപ്പിച്ച ദൈവജനം മറുകര കടക്കാനായി, ചെങ്കടലിന് അപ്പുറത്ത് കടക്കാനായി ഒരു കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ വറ്റിച്ച് ഉണക്കി തന്റെ ജനത്തെ മറുകര കാണിച്ച ഒരു നല്ല ദൈവം ഉണ്ടെങ്കിൽ, കാറ്റടിച്ച് ആവശ്യമുള്ള കാടയെ കടലിൽ നിന്ന് പറത്തിക്കൊണ്ടുവന്ന് തന്റെ ജനത്തിന് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ, തന്റെ ജനത്തെ ഓർത്ത് അവനൊരു കാറ്റടിപ്പിക്കും. ഇന്ന് പകൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവജനമേ, നിന്റെ കുടുംബത്തെ ഓർത്ത് എന്റെ ദൈവം ഒരു കാറ്റടിപ്പിക്കും. കാറ്റടിപ്പിച്ചതിന്റെ റിസൾട്ട് എന്താ? കാറ്റടിപ്പിച്ചു. 2, ആഴിയുടെ ഉറവുകളും ആകാശത്തിന്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തിൽ നിന്നുള്ള മഴയും നിന്നു. 4-ാം വാക്യം. 7-ാം
മാസം 7-ാം മാസം 17-ാം തീയതി 17-ാം തീയതി പെട്ടകം ആ. അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. പാർവതി ഉറച്ചു. Amen. Hallelujah. കഴിഞ്ഞ നീണ്ട മാസങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നടന്നതിനെ ദൈവം ഉറപ്പിച്ചു. Hallelujah. കാരണം ദൈവം നോഹയും കുടുംബത്തെയും ഓർത്തു. Amen. Amen. Yes. ഹല്ലേലൂയ. ദൈവം നമ്മെ മറക്കുന്ന ദൈവമല്ല, Amen. Yes. നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. Hallelujah. ദൈവത്തിന് വേണ്ട ചെയ്യുന്ന പ്രവൃത്തികളെ ദൈവം ഓർക്കുന്ന ദൈവം. Amen. എല്ലാ